ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. ഇപ്പം മഴയൊക്കെ പെയ്തപ്പോൾ തന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും ജലദോഷവും പനിയും ഒക്കെയാണല്ലേ. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മൂക്കിൽ കഫം മാറുന്നേയില്ല. കഫം മൂക്കിൽ നിന്നിട്ട് എപ്പോഴും കുഞ്ഞിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇതെങ്ങനെ മാറ്റാം എന്നുള്ള കാര്യം നമ്മൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സും അത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മൂക്കിൽ കഫം എന്നുള്ളത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമ്മൾ സാധാരണ വൈറൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടായിരിക്കാം മൂക്കിൽ ആ ജലദോഷവും കററ വലിയും ഉണ്ടാവും. അതിന് നമ്മൾ കഫക്കെട്ട് എന്നൊക്കെ നമ്മൾ സാധാരണ പറയും. സെക്കൻഡ് കാരണം, കുഞ്ഞുങ്ങൾ കുറച്ചുകൂടി മുതിർന്ന കുട്ടികളൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ മൂക്കിലിട്ടാൽ അത് ആ ഭാഗത്ത് നിന്നിട്ട് എപ്പോഴും ആ സൈഡിലെ മൂക്കിന്ന് എപ്പോഴും ഇങ്ങനെ നീരൊലിക്കുകയും മഞ്ഞ കളറിലുള്ള പഴുപ്പ് വരികയും മാറാതെ നിൽക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. മൂന്നാമത്തെ റീസൺ ആണ് നമ്മൾ ഈ പറഞ്ഞ അലർജി, അഡിനോയിഡ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം അങ്ങനത്തെ കുട്ടികൾക്ക് യൂഷ്വലി മഞ്ഞ കളറായിരിക്കില്ല, വെള്ള കളറിലായിരിക്കും മൂക്കിന്ന് വരിക. ചിലപ്പോൾ കളറായിട്ടും വരില്ല, മൂക്കടപ്പ് മാത്രമായിരിക്കും. ഈ ശബ്ദത്തോടു കൂടിയുള്ള ശ്വാസം വലിയായിരിക്കും കൂടുതലായിട്ടുണ്ടാവുന്നത്. ഇതിലൂടെ മുതിർന്ന കുട്ടികളാണെങ്കിൽ ശ്വാസം അടഞ്ഞ പോലെ, ഒരു മൂക്കടഞ്ഞ് സംസാരിക്കുന്ന പോലെ ഒരു ശബ്ദം അങ്ങനത്തെയൊക്കെ വരുന്നത് സൈനസൈറ്റിസിലും ഉണ്ടാവാം കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഈ മാറാത്ത മൂക്കിലെ കഫക്കെട്ട് എന്നുള്ളത് ജനങ്ങൾ പൊതുവെ പറയുന്നത്. അപ്പം നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ തൊട്ടടുത്തുള്ള പീഡിയാട്രീഷ്യനെ കാണിച്ച് നെഞ്ചൊക്കെ ഒന്ന് നോക്കിയിട്ട് കുഞ്ഞിനുള്ളിലേക്ക് കഫക്കെട്ടില്ല അല്ലെങ്കിൽ ന്യൂമോണിയയുടെ സംഭവങ്ങളില്ല, കുഞ്ഞിന് സീരിയസ് ആയിട്ടുള്ള വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മൂക്കിൽ മാത്രം പ്രശ്നങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മൂക്കിൽ ഒറ്റിക്കുന്ന മരുന്ന്, എങ്ങനെ മൂക്കിൽ ഒറ്റിക്കണം എന്നൊക്കെയുള്ള മരുന്ന് നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ടെക്നിക്കൊക്കെ മുമ്പുള്ള വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ ചെയ്യാം. ചില കുട്ടികളാണെങ്കിൽ മൂക്കിൽ മരുന്ന് ഒറ്റിക്കാൻ സമ്മതിക്കില്ല. അവർക്ക് നെയ്സൽ സ്പ്രേ പോലെയുള്ള സംഭവങ്ങളുണ്ട്, സലൈൻ പോലെയുള്ള നെയ്സൽ സ്പ്രേ, അത് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ മെജോറിറ്റി പാരൻസ് എന്താ പറയുക, ഡോക്ടറെ ഈ സലൈൻ എത്ര ഒറ്റിച്ചിട്ടും കാര്യമില്ല, യാതൊരു വിധ വ്യത്യാസമില്ല. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, സലൈൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ ആ നീരൊന്ന് കുറയ്ക്കാൻ, എഡിങ് ഒന്ന് കുറയും, അങ്ങനെയാണ് ആ ബ്ലോക്കൊക്കെ ഒന്ന് മാറാൻ സഹായിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് സമാധാനത്തിൽ ഉറ്റിക്കുകയും ചെയ്യാം. അതിൽ മാറിയില്ലെങ്കിൽ വേറെ മരുന്നുകളുണ്ട്, അത് നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചാൽ ഡോക്ടർ അത് നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരും. അത് വേണമെങ്കിൽ ഉറ്റിക്കാം. നെയ്സൽ ഡ്രോപ്സ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ്, നമുക്കൊന്ന് കുറച്ച് മുതിർന്ന കുട്ടിയാണെങ്കിൽ ആവി പിടിക്കാം. സ്റ്റീം ഇൻഹലേഷൻ ചെയ്യുമ്പോൾ അത് കുറച്ച് ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ നെബുലൈസർ വെച്ചിട്ട്, സലൈൻ മാത്രം വെച്ചിട്ട് നെബുലൈസ് ചെയ്താലും ആ നീരൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് കുഞ്ഞിന് കുറച്ചുകൂടി ശ്വാസം എടുക്കാൻ എളുപ്പമായിരിക്കും. രാത്രി കിടക്കുന്നതിന് മുന്നേ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സലൈൻ മാത്രം വെച്ച് നെബുലൈസ് ചെയ്യാം. ഇനി മൂന്നാമത്തെ കാര്യമാണ്, ഇതെല്ലാം കുറയാനുള്ള ചില മരുന്നുകളുണ്ട്, സേഫായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മരുന്നുകൾ കുഞ്ഞുങ്ങൾക്കുണ്ട്. അതായത് ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒന്നും ആവശ്യം ജനറലി ഈ മൂക്കിൽ മാത്രമുള്ള കഫക്കെട്ടിന് ആവശ്യം ഉണ്ടാവില്ല. അല്ലാത്ത രീതിയിൽ അവിടുത്തെ ആ ഒലിച്ചു വരുന്നതും ബ്ലോക്ക് ഉള്ളതൊക്കെ കുറയ്ക്കാനുള്ള മരുന്നുകളുണ്ട്. അത് മൂന്നാമത്തെ ചോയ്സായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പിന്നെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഇതെല്ലാം കുറച്ച് സമയം എടുക്കുമെന്ന് മാറാൻ. ഇപ്പം ഇന്നും നാളെയും നമ്മൾ ആക്കുമ്പോഴേക്കും മറ്റന്നാളത്തേക്ക് മാറണം അങ്ങനെ ചാൻസ് ഇല്ല. കുറച്ചുകൂടി പ്രതിരോധ ശേഷിയൊക്കെ ഉള്ള കുട്ടികൾ, അല്ലെങ്കിൽ ഈ വൈറൽ ഇൻഫെക്ഷൻ വലിയ കുഴപ്പമില്ലാത്ത ലെസ് വിറുലൻ്റ് ആയിട്ടുള്ള, ലെസ് അസുഖങ്ങൾ ഉണ്ടാക്കുന്നത്, ശക്തി കുറവുള്ള രോഗാണുമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് മാറും. അല്ലാത്തതൊക്കെ എന്തായാലും ഒരു 1 വീക്ക് ഉണ്ടാവും. ആ സമയത്ത് ഞാൻ ഈ പറഞ്ഞ സപ്പോർട്ടീവ് ആയിട്ടുള്ള മാനേജ്മെൻ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ മാറിക്കോളും. ഇതിൽ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ചുമ അമിതമായിട്ട് വരുന്നുണ്ടോ, കുഞ്ഞ് പാല് കുടിക്കാതിരിക്കുന്നുണ്ടോ, കുഞ്ഞ് ക്ഷീണിച്ചുറങ്ങുന്നുണ്ടോ, കുഞ്ഞിൻ്റെ ചുണ്ടൊക്കെ നീല കളർ പോലെ ആവുന്നുണ്ടോ, കൈയും കാലും തണുത്ത പോലെ ആവുന്നുണ്ട്, കുഞ്ഞിൻ്റെ കണ്ണൊക്കെ എപ്പോഴും ഇങ്ങനെ കൂമ്പിയിരിക്കുകയാണ്, അബ്നോർമലായിട്ട് ചില മൂവ്മെൻറ്റ്സ് ഉണ്ടാവുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടും വെച്ചുകൊണ്ടിരിക്കരുത്. ഇങ്ങനത്തെ ട്രീറ്റ്മെൻ്റ് ഒന്നും വെച്ച് നിങ്ങളുടെ ഡോക്ടറെ തന്നെ കാണിക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു മെജോറിറ്റി പാരൻസിൻ്റെ ആ ഒരു ഡൗട്ട് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, ടേക്ക് കെയർ.